എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തിരുമ്മി ശരിയാക്കുക എന്ന് വിശ്വസിക്കുന്നത്. അതും എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നുള്ളതാണ്. എൻ്റെ വൈഫ് ഒരു ടീച്ചറാണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് വന്ന് പറയും, സ്കൂളിൽ ആരെങ്കിലും വീണാൽ പ്രത്യേകിച്ചും ആദ്യം അവിടെ ചെയ്യുന്ന കാര്യം എവിടെയാണോ മുഴച്ചിരിക്കുന്നത് അത് മുഴുവൻ തിരുമ്മി ഉടയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഒരു പർട്ടിക്കുലർലി ഒരു പേഷ്യൻ്റ് വീണ് സ്മിത്ത് ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ട്, സ്മിത്ത് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ഈ റേഡിയസിന് വെൻട്രൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ആൻറ്റീരിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരുന്നത്. ഇങ്ങനെ കൈകുത്തി വീണു, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് പറ്റുക. അതുകൊണ്ട് ഇദ്ദേഹം എൻ്റെ സ്റ്റാഫിനെ വിളിച്ചു ചോദിക്കുകയാണ്, സർജറി പറഞ്ഞിട്ടുണ്ട്, തിരുമ്മി ശരിയാക്കാമോ? അപ്പോൾ അക്യൂട്ട് ഇഞ്ചുറിയിൽ ഒരു കാരണവശാലും തിരുമാൻ പാടില്ല, അവിടെ മാസേജ് ചെയ്യാൻ പാടില്ല. മാസേജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മാറ്റുന്ന വീക്കം, അതായത് ആ വീക്കം എന്ന് പറയുന്ന ഹെമറ്റോമ ഫോർമേഷനാണ്. ഈ ഹെമറ്റോമ ഫോർമേഷൻ നമ്മൾ രണ്ട് രീതിയിൽ സഹായിക്കും. അതൊരു ടെമ്പററി സ്പ്ലിൻ്റായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഈ ഹെമറ്റോമ ഫോർമേഷനിൽ നിന്നാണ് രണ്ടാമത്തെ ഘട്ടത്തിലെ ഹീലിംഗ് നടക്കുന്നത്, സെല്ലുലാർ പ്രൊലിഫറേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഹെമറ്റോമയെ നമ്മൾ തിരുമ്മി മാറ്റാൻ പാടില്ല. പലപ്പോഴും ആയുർവേദത്തിൻ്റെ പേരിൽ നമ്മൾ പഴി കേൾക്കുന്നത് ഈ വ്യാജന്മാരുടെ പ്രാക്ടീസ് ഉണ്ട്. അതെ, തിരുമ്മ ചികിത്സ നടത്തുന്ന ആയുർവേദവുമായിട്ട് യാതൊരു കുലബന്ധവും ഇല്ലാത്തവരായിരിക്കും അത് ചെയ്തിട്ടില്ല. കാരണം ബ്ലൈൻഡായിട്ട് അറിയാൻ പാടില്ലാതെ നേരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഈ തിരുമുന്നത് കൊണ്ട് ഉണ്ടായ ഹെമറ്റോമ മാറുകയും ഹീലിംഗ് ഡിലേഡ് ആവുകയും ചെയ്യും. ചിലപ്പോൾ ഒരു 7 ദിവസം അനക്കാതെ കെട്ടിവെക്കേണ്ട ഒരു സിറ്റുവേഷൻ 6 മാസം കഴിഞ്ഞും പേഷ്യൻ്റ് ചട്ടി ഒ പിയിൽ വരുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും.